മതി. യേശു ക്രിസ്തുവിന്റെ 19ാമത്തെ അത്ഭുതമാണ് 5 അപ്പം കൊണ്ട് 2 മീനും കൊണ്ട് 5000 പോഷിപ്പിക്കുന്നു. 5000 അല്ല, 5000 പുരുഷന്മാരും 5000-ഓളം വരുന്ന സ്ത്രീകളും അത്രയും കുഞ്ഞുങ്ങളും, ഏകദേശം 25,000 പേരെ 5 അപ്പവും 2 മീനും കൊണ്ട് എന്ത് ചെയ്യുക? പോഷിപ്പിക്കുക. യേശു ക്രിസ്തുവിന്റെ ഈ അത്ഭുതം യേശു ക്രിസ്തു പ്രാർത്ഥിക്കാൻ വേറിട്ട് പോകേണ്ടതിന് വേണ്ടി മാറിച്ചെന്നു. എന്നാൽ ജനം യേശുവിനെ എന്ത് ചെയ്യുന്നില്ല? വിടാൻ ഉദ്ദേശിക്കുന്നില്ല. സംഘാടകരായ 12 അപ്പോസ്തലന്മാരും യേശുവും ഒരു ഭാഗത്ത്, 10,25,000 പേര് വരുന്ന ഒരു ജനക്കൂട്ടം ഒരു ഭാഗത്ത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ താക്കോൽവാക്യം ഇതാണ്: നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടിലും അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം. ഈ ഭാഗം നമ്മൾ പറയുമ്പോൾ ഈ 25,000-ഓളം അല്ല 20,000-ഓളം വരുന്ന ജനത്തിനെ ദൈവം ഇരുത്തി പ്രഭാഷണങ്ങളെല്ലാം കേൾപ്പിക്കുകയാണ്. വരുന്നവർക്ക് ആവശ്യാനുസരണം രോഗസൗഖ്യം കൊടുക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ദൈവന്യായത്തെ കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞു പോകുന്ന വഴിയിൽ ഈ സമയം പോകുന്നത് എന്ത് ചെയ്യുന്നില്ല? ആരും അറിയുന്നില്ല. പകല് കഴിവാറായി വൈകുന്നേരത്തോടടുത്തു. സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാകുന്നു. പകല് കഴിയുന്നു, വൈകുന്നേരത്തോടടുക്കുന്നു. ഈ മരുഭൂമിയിൽ നിന്ന് വളരെയധികം ദൂരെയാണ് ആര്? ഈ ഓടി നടന്ന് കിതച്ചു വന്നിരിക്കുന്ന ജനങ്ങളുടെ എല്ലാം ഭവനങ്ങൾ കുടിലുകളാണ്. അവിടെ എഴുതുന്നുണ്ട്, ഇവര് കുടിലുകളിലും പട്ടണങ്ങളിലും പോയി എന്ത് ചെയ്യണം? പട്ടണങ്ങളിൽ പോയി സാധനം വാങ്ങിച്ചിട്ട് കുടിലുകളിൽ പോകണമെന്ന് പറയുന്നു. എന്തിനാണെന്നറിയാമോ? ഈ പ്രഭാഷണം കഴിഞ്ഞതിന് ശേഷം അനുഗ്രഹം പ്രാപിച്ചിട്ട് പോകുമ്പോഴത്തേക്കും ചെയ്യേണ്ട കാര്യങ്ങളാണ് ശിഷ്യന്മാർ നേരത്തെ പറയുന്നത്. ഇവർക്ക് എന്ത് ചെയ്യുന്നില്ല? ഇവർക്ക് വൈകിയ സമയം കഴിഞ്ഞാൽ ഇവർക്കൊന്നും കിട്ടാൻ വ്യവസ്ഥയില്ല. പക്ഷെ ഇവര് പകൽ അനുഗ്രഹം പ്രാപിച്ചു പോകാൻ നേരത്തെ എന്ത് ചെയ്യുന്നു? ഇവര് ശൂന്യമായിട്ട് പോകേണ്ടതായിട്ട് വരും. എന്നാൽ അരുമനാഥൻ അങ്ങനെ അവരെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ പറയട്ടെ, ഇന്ന് ഈ ആരാധന കഴിഞ്ഞ് പോയാലും ദൈവത്തിന്റെ സാന്നിധ്യവും അനുഗ്രഹവും നമ്മളെ വിട്ടു പോകത്തില്ല.